ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പെൻസിൽ പൗച്ചാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 11 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 10 ഇഞ്ച് വീതിയുമുള്ള ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലാണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 11 ഇഞ്ച് നീളവുമുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാൻവാസില്ലേ, ചുരിദാറിൻ്റെ നെക്കൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പീസും ക്യാൻവാസും തമ്മിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല പീസിൻ്റെ ചീത്ത വശത്താണ് കേട്ടോ അയൺ ചെയ്യുന്നത്. ചീത്ത വശത്ത് വെച്ചിട്ട് അയൺ ചെയ്ത് നമുക്കൊന്ന് ക്യാൻവാസ് പിടിപ്പിച്ചെടുക്കാം. ക്യാൻവാസിൻ്റെ ഒരു സൈഡ് പശയാണല്ലോ, അപ്പോൾ നമ്മളത് വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കുക, അയൺ ചെയ്ത് പിടിപ്പിച്ചെടുക്കുക. ഇനി അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ 4 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു സിബ് എടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു സിബ്ബാണ് കേട്ടോ. സിബ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, റണ്ണർ വരുന്ന ഭാഗം തിരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ തന്നെ വെച്ചടിക്കരുത്. റണ്ണർ വയ്ക്കുന്ന ഭാഗം നമ്മുടെ നല്ല വശത്ത് വരണം കേട്ടോ. റണ്ണർ വരുന്ന ഭാഗം നല്ല വശത്ത് വരണം. എന്നിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ ഇത് അടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/4 ഇഞ്ച് വെച്ച് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒന്ന് പുറങ്കാണി കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ പുറങ്കാണി അടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ മറ്റേ സൈഡ് കൂടി നമ്മൾ സിബ് വെച്ച് അടിക്കണം കേട്ടോ. അവിടെ വെച്ചിട്ട് ഇതുപോലെ വെച്ച് സിബ് വെച്ച് അടിക്കുക. അതും ആദ്യം ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ചിൽ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം സിബ് ഒന്ന് തുറന്നതിന് ശേഷം നമ്മൾ ആ സൈഡും നമ്മളൊന്ന് പുറങ്കാണി അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ പുറങ്കാണി അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. 2 സൈഡും ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ ഒന്ന് വിടർത്തി വെച്ചതിന് ശേഷം കറക്റ്റ് സിബും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗവും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ 2 സൈഡും 1/2 ഇഞ്ച് വീതം അടിച്ചു കൊടുക്കുക കേട്ടോ. 2 സൈഡും 1/2 ഇഞ്ച് വീതം അടിച്ചു കൊടുക്കണം. ഈ സൈഡും അടിച്ചു കൊടുക്കണം, ഓപ്പോസിറ്റ് സൈഡും അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് വീതം അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2 സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന സിബ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാനിവിടെ ബാക്കി വന്ന സിബ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 കോർണറിലും സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ചിലുള്ള ഒരു ബോക്സ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ 2 സൈഡും 1 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ബോക്സായിട്ട് വരച്ചെടുക്കുക. അങ്ങനെ 4 സൈഡും ഒരു ബോക്സ് പോലെ അടയാളപ്പെടുത്തിയെടുക്കുക കേട്ടോ. 4 സൈഡും 1 ഇഞ്ച് വീതമുള്ള ബോക്സാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. നാല് സൈഡും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ആ ബോക്സ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഞാൻ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സൈഡ് അടിച്ചു വെച്ചിരിക്കുന്ന ഭാഗം ഒന്നുകൂടി ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്തപ്പോൾ തയ്യൽ തുമ്പൊക്കെ പോയിട്ടുണ്ടാവും, അപ്പോൾ കെട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. 2 സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ കെട്ടിട്ടിരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ പോയിട്ടുണ്ടാവും. അത് ഒന്നുകൂടി മുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് തയ്ച്ചു കൊടുക്കുന്നത്, ആ ഭാഗം തയ്ച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോർണർ ഉണ്ടല്ലോ, കോർണർ ഒന്ന് വിടർത്തിയതിന് ശേഷം
ഇതാ ഇതുപോലെ ഒന്ന് വിടർത്തിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. 4 കോർണറും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം. 4 കോർണറും ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ 4 കോർണറും നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സിബൊന്ന് നമ്മൾ ഒന്ന് ഉള്ളിലൂടി കൈയിട്ടിട്ട് വേണം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട്. സിബൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പൗച്ചാണ്. നമുക്കിനി പൗച്ചൊന്നും പുറത്ത് നിന്ന് കുട്ടികൾക്കായിട്ട് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള പൗച്ചാണ്, നല്ല സ്പേസും ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം കേട്ടോ. പെൻസിലോ അതുപോലെ തന്നെ നമ്മുടെ സൂചി, നൂല് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ. കുട്ടികൾക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കുട്ടികളുടെ പേനയും പെൻസിലും സ്കെയിലും ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് നല്ലൊരു അടിപൊളി പൗച്ച് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.